സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ഒറ്റയ്ക്ക് നടക്കുന്ന പെൻഗ്വിൻ നീണ്ട 17 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ് ഡോക്യുമെന്ററിയിലെ വീഡിയോ. എന്തിനാണ് ആ പെൻഗ്വിൻ കൂട്ടം വിട്ടത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തരംഗമായിരിക്കുകയാണ് ഒരു പെൻഗ്വിന്റെ കഥ. എന്താണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നതെന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് 2007 പുറത്തിറങ്ങിയ ഒരു ഡോക്യുമെന്ററിയിലെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അതായത് 2007 അന്റാർട്ടിക്കയിലെ മഞ്ഞിൽ ജീവിക്കുന്ന ഒരു കൂട്ടം പെൻഗ്വിനുകളെ പറ്റിയുള്ള ഡോക്യുമെന്ററി ചിത്രീകരിക്കുകയായിരുന്നു ജർമ്മൻ ഫിലിം മേക്കറായ വെർണർ ഹെർസോഗും കൂട്ടരും. നമുക്കറിയാലോ, പെൻഗ്വിനുകൾ ഒരു കോളനി പോലെയാണ് ജീവിക്കുന്നത്. അതിൽ നിന്നും കടലിലേക്ക് പോകുകയാണ് 6 പെൻഗ്വിനുകൾ. എന്നാൽ ഒന്നിച്ച് ഒരു വരിയിൽ നടന്നു പോകുന്ന 4 പേർ കടലിലേക്ക് പോയി, ഒരാൾ കോളനിയിലേക്ക് തിരികെ മടങ്ങി. പക്ഷേ ഇതൊന്നുമല്ല ക്യാമറയിൽ ഇടം പിടിച്ചത്. ആ നടുക്ക് നിന്ന ഒരു പെൻഗ്വിൻ അത് വെള്ളത്തിലേക്കും പോയില്ല, മറ്റുള്ളവർ ഒരുമിച്ചുള്ള അവരുടെ കോളനിയിലേക്കും മടങ്ങിയില്ല. ഇരുവശത്തേക്കും നോക്കിയതിനു ശേഷം പതിയെ പതിയെ പിന്നിലുള്ള പർവ്വതനിരയിലേക്ക് അതങ്ങ് നടന്നു നീങ്ങി. അവിടെ അതിന് ഭക്ഷണമില്ല, പാർപ്പിടമില്ല, അതിജീവിക്കാനുള്ള സാധ്യത പോലും ഉണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ ആ പെൻഗ്വിൻ പർവ്വതം ലക്ഷ്യമാക്കി ഓടുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. പേടിയോ സംശയമോ ഇല്ലാതെ, ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഒറ്റൊരു പോക്ക്. ഒരിക്കൽ മാത്രം തിരിഞ്ഞു നോക്കി, അവസാനമായൊരു നോക്ക്. എന്നിട്ടും വീണ്ടും നടന്നു, പതിയെയല്ല അതിവേഗത്തിൽ. എന്നാൽ ആ പെൻഗ്വിന് പുറകെ തന്നെ ഡോക്യുമെന്ററിയിലെ അണിയറ പ്രവർത്തകരും പോയി. പക്ഷേ അവരതിനെ തടഞ്ഞില്ല. കാരണം അവിടെ അതാണ് നിയമം. അത് മഞ്ഞിലേക്ക് നടന്നു മറയുന്ന ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്തിനാണ് ആ പെൻഗ്വിൻ പർവ്വതങ്ങളിലേക്ക് മറഞ്ഞു നീങ്ങിയതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സ്വന്തം കൂട്ടരോടും പ്രകൃതിയോടും കലഹിച്ചാണോ ആ യാത്രയെന്നും സോഷ്യൽ മീഡിയയിൽ അന്വേഷണങ്ങൾ തകൃതിയായി നടക്കുന്നു. ജീവിതത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യമോ അർത്ഥമോ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആശയമാണ് ഇതിന് പിന്നിലെന്നും ചിലർ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായി ചില കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത്, പ്രജനന സമയത്തോ മറ്റ് പരിസ്ഥിതി മാറ്റങ്ങളോ സംഭവിക്കുമ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന പെൻഗ്വിനുകൾ, അതായത് ചില പെൻഗ്വിനുകൾ തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വേർപെട്ട് ഒറ്റയ്ക്ക് പോകാറുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവയുടെ ശരീരത്തിലെ ജൈവികമായ ഒരു പ്രോഗ്രാം തെറ്റായി പ്രവർത്തിക്കാമെന്നും പറയുന്നു. അതോടെ മരണം മുന്നിലുണ്ടായിട്ടും ആ ദിശയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് അവ എത്തുന്നുവെന്നാണ് വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്നാൽ ചിലർ അതിൽ കണ്ടത് ഒഴുക്കിനെതിരെ നടന്ന ഒരാളെയായിട്ടാണ്. കൂട്ടത്തിൽ നിന്ന് മാറി നടന്ന ധൈര്യശാലിയായും പെൻഗ്വിനെ ചിത്രീകരിക്കുന്നുണ്ട്. സുരക്ഷയേക്കാൾ ഒരു അജ്ഞാത വിളിയെ തിരഞ്ഞെടുത്ത സ്വാതന്ത്ര്യമാണ് ആ പെൻഗ്വിന് മുന്നിലുള്ളതെന്നും പറയുന്നു. എന്തായാലും വിജയത്തിലേക്ക് എത്തണമെന്നില്ല ആ യാത്രയെന്നാണ് മറ്റു ചിലർ പറയുന്നത്. മരണത്തിലേക്കാകരുതേ എന്ന പ്രാർത്ഥനയും ചിലർ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.